നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. സിയോട്ടർ സർവേ വന്നിരിക്കുകയാണ്. എൻ ഡി എക്ക് ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി എന്ന് പറയാൻ കണക്കിനുള്ള ഒരു വിജയം ഉണ്ടാകുമെന്നാണ് സിയോട്ടർ പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഏകദേശം സാഹചര്യങ്ങൾ കണക്ക് കൂട്ടി നോക്കുമ്പോഴും അത് ഒരു അടുത്തടുത്ത് വരാനുള്ള സാധ്യതയും കാണുന്നു. എന്ത് പറയുന്നു ഈ സിയോട്ടർ സർവേ? ഇത് ഇന്ത്യ ടുഡേ സിയോട്ടറിൻ്റെ സർവേയാണ്. ഇന്ന് രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടന്നാൽ എന്തായിരിക്കും ഫലം എന്നുള്ളതാണ് അവരുടെ ഈ സർവേയിൽ അവർ വച്ചിരിക്കുന്ന ഒരു കണ്ടീഷൻ. ഇപ്പോൾ വളരെ കൃത്യമാണ്. അതായത് ഒരു എന്താ പറയുക, തൂത്തുവാരൽ എൻ ഡി എക്ക് ഉണ്ടാകുമെന്നാണ് അവർ പറയുന്നത്. നമുക്കതിൻ്റെ കണക്കുകളെ ഒന്ന് പരിശോധിച്ച് നോക്കാം. അതായത് 326 സീറ്റുകളാണ് എൻ ഡി എക്ക് പ്രവചിക്കുന്നത്. ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നാൽ എൻ ഡി എക്ക് 326 സീറ്റ് കിട്ടും, 45% വോട്ടും കിട്ടും. ബി ജെ പിക്ക് 261 സീറ്റുകളാണ് അവർ പ്രവചിക്കുന്നത്. നമുക്കറിയാം 2024 ബി ജെ പിക്ക് 240 സീറ്റുകളാണ് കിട്ടിയത് ഒറ്റയ്ക്ക്. എൻ ഡി എക്ക് 293, ഏതാണ്ട് 300-നടുത്ത് സീറ്റുകൾ വരെ എത്തി എൻ ഡി എ. ബി ജെ പി പറഞ്ഞിരുന്നത് അബ്കി ബാർ 400 ബാർ എന്നാണ്. അതായത് 400-ലധികം സീറ്റുകൾ എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ബി ജെ പി ഇറങ്ങിയത്. പക്ഷേ ബി ജെ പി 240 സീറ്റുകളിൽ ഒതുങ്ങി. ഇപ്പോഴത്തെ സർവേ പറയുന്നു 261, അതിനേക്കാൾ 21 സീറ്റുകൾ കൂടുതൽ കിട്ടും എന്നാണ്. നമ്മൾ വാസ്തവത്തിൽ ഇവിടെ ബി ജെ പി വിജയിക്കും. ഞാൻ ബാക്കി കണക്കൂടെ പറഞ്ഞിട്ട് നമുക്കതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് വരാം. ഇന്ത്യ സഖ്യത്തിന് 185 സീറ്റാണ് പറയുന്നത്. കോൺഗ്രസ്സിന് 106 സീറ്റുകൾ കിട്ടും എന്ന് പറയുന്നു. 39% ഇന്ത്യ സഖ്യത്തിന് കിട്ടുന്ന വോട്ട് ഷെയർ. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 99 സീറ്റുകളിൽ നിൽക്കുന്ന കോൺഗ്രസ് സ്ഥിതി അല്പം കൂടെ മെച്ചപ്പെടുത്തി 106-ലേക്ക് വരുന്നു എന്നുള്ളതാണ്. എൻ ഡി എ സഖ്യത്തിൽ ഈ പറയുന്നത് പോലെ 326 സീറ്റിൽ 261 സീറ്റ് കഴിഞ്ഞാൽ ഏതാണ്ട് 60-ലധികം സീറ്റുകൾ സഖ്യകക്ഷികൾക്ക് കിട്ടും എന്നാണ്. ഇപ്പോൾ പ്രധാനമായിട്ടും ബി ജെ പിക്കുള്ള സഖ്യകക്ഷികൾ എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ ബീഹാറിലെ നിതീഷ് കുമാറാണ്, ജെ ഡി യു. 2 ആന്ധ്രയിലെ ചന്ദ്രബാബു നായിഡുവാണ്. പിന്നെ ഇപ്പോൾ പുതിയൊരു സഖ്യകക്ഷി ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ 20 എം പിമാരുണ്ട്. അത് തൃണമൂല് പിളർന്നു വന്നതാണ്. പിന്നെ മറ്റ് ഉള്ളവരുടെ കാര്യത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഡി എം കെ ഒരു പ്രത്യേക ബ്ലോക്കായിരിക്കുകയാണ്. അവർക്കും നല്ല രീതിയിൽ എം പിമാരുണ്ട്. 20-ൽ കൂടുതൽ എം പിമാർ അവർക്കുണ്ട്. എങ്കിലും അവരിപ്പോൾ ഒരു പ്രത്യേക ബ്ലോക്കായിരിക്കുന്നു. അവർ വിഷയാധിഷ്ഠിത പിന്തുണ എൻ ഡി എക്ക് നൽകുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. എൻ ഡി എയുമായിട്ട് സഹകരിക്കും എന്ന് പറഞ്ഞിട്ടില്ല. അതവിടെ നിൽക്കട്ടെ. ഇതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. നമ്മൾ മനസ്സിലാക്കുക. ഡി എം കെ ഇപ്പോൾ ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ ഡി എം കെ മാത്രമല്ല, തമിഴ്നാട്ടിൽ ടി വി കെ ഉണ്ട്, വളരെ ശക്തമാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ വിലയിരുത്താൻ പറ്റും ഡി എം കെയുടെ ഒരു? അല്ല, നമ്മൾ തമിഴ്നാട് പൊളിറ്റിക്സ് മാത്രമായിട്ട് സംസാരിക്കുമ്പോഴേ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ കഴിയുള്ളൂ. ഞാനിപ്പോൾ മൊത്തത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അല്ല, അതൊരു വിഷയമാണ്. താങ്കൾ ചൂണ്ടിക്കാണിച്ചത് ഒരു വിഷയമാണ്. ബി ജെ പിക്ക് വലിയ സ്വാധീനമൊന്നുമില്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ. അതുപോലെ തന്നെ ഈ അണ്ണാമലയുടെ അവിടുത്തെ ഇടപെടൽ എങ്ങനെ ഇരിക്കും? അണ്ണാമല മാറി നിൽക്കുകയാണല്ലോ. അണ്ണാമല ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് രംഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു 10% വോട്ടെങ്കിലും അണ്ണാമലയ്ക്ക് പിടിച്ചെടുക്കാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്. പുതിയ പാർട്ടി പ്രഖ്യാപിച്ചിട്ടില്ല. പുതിയ പാർട്ടിയുടെ ചില അണിയറ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയം വേറൊരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ സംസാരിക്കേണ്ടതാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ മൊത്തത്തിൽ എടുത്ത് നോക്കുമ്പോൾ ബി ജെ പിക്ക് ഒരു 21 സീറ്റുകൾ കഴിഞ്ഞ തവണത്തേനേക്കാൾ കൂടുതൽ കിട്ടുമ്പോൾ നമ്മുടെ ഇന്ത്യ സഖ്യത്തിലെ കോൺഗ്രസ്സിന് കഴിഞ്ഞ തവണത്തേക്കാൾ 7 സീറ്റുകളാണ് കൂടുതൽ കിട്ടുന്നത്. പക്ഷെ അവർ 100-ന് പുറത്തേക്ക് വരുന്നു എന്നുള്ളത് ഒരു ആശാവഹമായ പുരോഗതിയായിട്ട് തന്നെ കാണണം. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്കും 240-ൽ നിന്ന് 261 സീറ്റുകൾ കൂടുന്നത് ചെറിയ കാര്യമല്ല. അതും തീർച്ചയായിട്ടും ഒരു പോസിറ്റീവായ സൂചന തന്നെയാണ്. 326 സീറ്റ് എന്ന് പറയുന്നത് എൻ ഡി എക്ക് ഇപ്പോൾ നിലവിലുള്ള ഇത് വെച്ചുകൊണ്ട്, അതായത് ഈ 3 പ്രബല കക്ഷികൾ ജെ ഡി യു, ആന്ധ്രയിലെ ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുങ്ക് ദേശം പാർട്ടി,
അതുപോലെ തന്നെ ബംഗാളിൽ നിന്നുള്ള തൃണമൂലിൽ നിന്ന് പിളർന്നു വന്ന NCPI എന്ന് പറയുന്ന പുതിയ പാർട്ടി. ഈ 3 കക്ഷികളും കൂടെ ചേർന്നായിരിക്കും ഈ 61 സീറ്റുകൾ 60-ലധികം സീറ്റുകൾ പിടിക്കുന്നതെന്ന് നമുക്ക് കരുതാം. ഏതാണ്ട് ഒരു 60-65 സീറ്റ് പിടിച്ചാലേ 326 എത്തുള്ളൂ. ഈ ഒരു സാഹചര്യത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, BJPക്ക് അവരുടെ ക്രൗഡ് പുള്ളർ എന്ന് പറയുന്നത്, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട BJP മുന്നോട്ട് വെക്കുന്ന ഒരു എന്താ പറയുക, ഈ രാഷ്ട്രീയ പോരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം, ടൂൾ എന്ന് പറയുന്നത് നരേന്ദ്രമോദി തന്നെയാണ്. അപ്പോൾ 2029 പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നരേന്ദ്രമോദി അല്ല, അതിപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ലല്ലോ, പാർട്ടിയല്ലേ തീരുമാനിക്കേണ്ടതൊക്കെ. പക്ഷേ ഇന്നത്തെ നിലയ്ക്ക് ജനങ്ങളുടെ ഇടയിൽ നരേന്ദ്രമോദിക്കാണ് സ്വീകാര്യത കൂടുതൽ. നമ്മൾ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി ആണ് പ്രധാനമന്ത്രിയെങ്കിൽ 42% പേരുടെ പിന്തുണ നരേന്ദ്രമോദിക്കുണ്ട് എന്നുള്ള കാര്യം ചർച്ച ചെയ്തിരുന്നു. അന്ന് കോൺഗ്രസിന് ആ സ്ഥാനത്ത് 38% പിന്തുണയെ ആർജിക്കാൻ കഴിയുന്നത്. ഇവിടെ ഈ ഇന്ത്യ ടുഡേ വോട്ടർ സർവേയിലും നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും തമ്മിൽ, BJPയും കോൺഗ്രസും തമ്മിൽ, NDAയും ഇന്ത്യ സഖ്യവും തമ്മിൽ വലിയ അന്തരമുണ്ട് വോട്ട് ഷെയറിൽ. ഏതാണ്ട് 6% വരെ വോട്ട് ഷെയറിൽ വ്യത്യാസം വരുന്നുണ്ട്. അത് ചെറിയ കാര്യമല്ല. തീർച്ചയായും ഈ 6% എന്ന് പറയുന്നത് ഒരു വലിയ വ്യത്യാസത്തിലേക്ക് പോകാനാണ് സാധ്യതയെന്ന് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഈ സർവേ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ പാറ്റകളുടെ സമരം ചോദിക്കാൻ വന്നത്, അതിന് യാതൊരു സ്വാധീനവും തിരഞ്ഞെടുപ്പിൽ, ഇലക്ട്രൽ പൊളിറ്റിക്സിൽ, പാർലമെൻ്ററി പൊളിറ്റിക്സിൽ അതിനുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ സർവേ. എന്തായാലും ഈ സർവേ ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് എടുത്തതായിരിക്കുമല്ലോ. എന്തായാലും ഇവർ പിന്നെ പഴയ ഒരു 2-3 മാസം മുമ്പ് എടുത്തു വെച്ച സർവേ ആയിരിക്കില്ലല്ലോ. ഏറ്റവും പുതിയ സംഭവം, എപ്പോഴും മാധ്യമങ്ങളൊക്കെ അങ്ങനെയാണ്, രാജ്യത്തൊരു പുതിയ ഈ സമരം ഒരു ഭാരതത്തിൻ്റെ രാഷ്ട്രീയ അതിനൊരു കാരണം ഞാൻ പറയാം. ഭാരതത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു വഴിത്തിരിവാണ് ഈ സമരം. അത് താങ്കൾ ചോദിക്കാതെ തന്നെ ഞാൻ പറയാൻ വന്ന കാര്യമാണ്. അപ്പോൾ ആ വഴിത്തിരിവ് സൃഷ്ടിച്ച ആ കാലം തൊട്ട് ആണ് ഈ സർവേക്ക് പ്രസക്തി. കാരണം എപ്പോഴും ഇത്തരത്തിലുള്ള സർവേകൾക്ക് മാധ്യമങ്ങളും മറ്റും ശ്രമിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ട്വിസ്റ്റ് ഉണ്ടാകണം. അല്ലാതെ വെറുതെ ഇങ്ങനെ അങ്ങ് പോവുകയാണ്, ഭരണപക്ഷം ഭരിക്കുന്നു, പ്രതിപക്ഷം എതിർക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. രാഷ്ട്രീയത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കുന്ന എന്തെങ്കിലും സംഭവങ്ങൾ നടക്കുമ്പോഴാണ് ഇത്തരം സർവേകൾ പ്രസക്തമാകുന്നത്. അപ്പോൾ സർവേകൾക്കുടെ വിജയവും അവിടെയാണ്. അപ്പോൾ അവർ കറക്റ്റ് സമയം നോക്കി സർവേ നടത്തി വിവരമെടുത്തു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ ജെൻസി എന്ന് പറയുന്ന ഈ പാറ്റകൾ നടത്തുന്ന ഈ പ്രക്ഷോഭത്തിന് ജനങ്ങളുടെ ഇടയിൽ, വോട്ടർമാരുടെ ഇടയിൽ ഒരു സ്വാധീനവും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. ഒരു 10,000 പേര് ജന്തർ മന്ദറിൽ തടിച്ചുകൂടി എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യയിലെ വോട്ടർമാരെ അത് എന്തെങ്കിലും തരത്തിൽ സ്വാധീനിക്കും എന്ന് കരുതാൻ കഴിയില്ല. ഒന്നാമത്തെ കാര്യം, ഈ സമരവുമായി രംഗത്ത് വന്നവർക്ക് ഒരു പ്രത്യയശാസ്ത്ര പ്രതിബദ്ധതയില്ല, അവർക്കൊരാശയ അടിത്തറയില്ല. രാജ്യത്തൊരു പ്രശ്നമുണ്ടായി, അതിൻ്റെ ഉത്തരവാദികൾ ആര് തന്നെയായാലും, ഭരിക്കുന്ന ഗവൺമെൻറ് ആണെങ്കിലും ഉദ്യോഗസ്ഥരാണെങ്കിലും എന്തായാലും പ്രതിപക്ഷമായിരിക്കില്ല. അപ്പോൾ അതിലാര് തന്നെ ആയാലും ശരി, അതിനെതിരെ ഒരു പ്രക്ഷോഭം ഉണ്ടാവും, അത് തീർച്ചയാണ്. അപ്പോൾ ആ പ്രക്ഷോഭം നയിച്ചു എന്നുള്ളതല്ലാതെ, ആ പ്രക്ഷോഭത്തിന് ചുക്കാൻ പിടിച്ചു എന്നുള്ളതല്ലാതെ ഈ കൂട്ടർക്ക് ഒരു തരത്തിലുള്ള ആശയടിത്തറയുമില്ല, ഒരു പ്രത്യയശാസ്ത്ര പ്രതിബദ്ധതയില്ല. ജനങ്ങൾ പിന്നെ എങ്ങനെ അവരെ വിശ്വസിക്കും? നോക്കൂ, ഒരു ഒറ്റ ചോദ്യം കൂടി, വോട്ടർമാർ എത്ര മണ്ടന്മാരാണോ? ഈ നമ്മുടെ രാജ്യത്തെ, അതായത് ഒരാൾ പാർലമെൻ്ററി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുന്നതും അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുന്നതും തദ്ദേശ സ്ഥാപനങ്ങളിൽ വോട്ട് ചെയ്യാൻ പോകുന്നതും പല മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടാണ്. താങ്കൾക്കറിയാമായിരിക്കുമല്ലോ. പാർലമെൻറ്റിൽ നമ്മൾ ദേശസുരക്ഷ, രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ്.
നമ്മൾ അസംബ്ലിയിലേക്ക് പോകുമ്പം അതിൽ മാറ്റം വരും. അവിടെ നമ്മുടെ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ തദ്ദേശത്തിൽ വരുമ്പോൾ കാര്യങ്ങൾ വീണ്ടും ഭിന്നമായി. അവിടെ നമുക്ക് വിളിച്ചാൽ കയ്യെത്തുന്ന ദൂരത്ത് നിൽക്കുന്ന ഒരു കൗൺസിലർ, ഒരു പഞ്ചായത്ത് അംഗം ഒക്കെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ 3 തെരഞ്ഞെടുപ്പുകളിലും ജനം വോട്ട് ചെയ്യുന്നത് 3 അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ പാർലമെൻറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായിട്ട് രാജ്യത്തെ നയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ബദൽ നരേന്ദ്രമോദിക്ക് ഇല്ല എന്നാണ് ഈ സർവേ സൂചിപ്പിക്കുന്നത്. സർവേ വളരെ നമുക്കിപ്പോൾ സർവേ ബയാസ്ഡാണ്, നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ട് BJP കാശ് കൊടുത്തുണ്ടാക്കിയതാണെന്നൊക്കെ പറയാം. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഈ സർവേ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, രാജ്യത്തെ നയിക്കാൻ, നമ്മുടെ പാർലമെൻറ്റിനെ നയിക്കാൻ നരേന്ദ്രമോദി എന്ന BJPയുടെ തുറുപ്പ് ചീട്ടിന് ഒരു ബദൽ, അത് 2 തരത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. പ്രതിപക്ഷത്തും ആ ബദലില്ല, ഭരണപക്ഷത്തും ആ ബദലില്ല എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും മോദിയുടെ ഗ്രാഫ് വളരെ ഉയർന്നു തന്നെ നിൽക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ മറ്റൊരു സർവേ കണ്ടു. ഈ ലോക നേതാക്കളിൽ, നമ്മുടെ ആഗോള രാഷ്ട്രീയമെടുത്താൽ ലോക നേതാക്കളിൽ ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള നേതാവ് ആര് എന്ന ചോദ്യത്തിന് നരേന്ദ്രമോദി എന്നാണ് ഉത്തരം. അവിടെയും അത് ആ സർവേ ഏതോ ഒരു വിദേശ ഗ്രൂപ്പ് നടത്തിയതാണ്. ഞാനിപ്പോൾ ആരാണെന്ന് മറന്നുപോയി. ഞാൻ കണ്ടൊരു ഒരു ഈ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അത് പോട്ടെ, അത് നമുക്ക് തള്ളിക്കളയാം. പക്ഷേ ഇവിടെ ഈ ഇന്ത്യ ടുഡേ സീ വോട്ടർ സർവേ രാജ്ദീപ് സർദേശായി ഒക്കെയാണ് അതിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത്. എന്തായാലും സർദേശായി ഉണ്ടോ ഇപ്പോൾ? സർദേശായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പങ്കെടുക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ സർദേശായിയൊക്കെ മോദിയെ അനുകൂലിച്ച് പറയും എന്ന് കരുതാൻ അരിയാഹാരം കഴിക്കുന്നവർക്ക് നിർവാഹമില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ സർവേ വന്ന് നിൽക്കുന്നത്. ഇനി താങ്കൾക്ക് ചോദിക്കാം. അതായത് ഇപ്പോൾ സർവേയിൽ CJPയുടെ, അതായത് ജെൻസിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും തള്ളിക്കളഞ്ഞു എന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം ഭരണപക്ഷത്ത് മോദിയാകുമ്പോൾ പ്രതിപക്ഷം വീണ്ടും കോൺഫിഡൻസ്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. താങ്കൾ ചോദിച്ചോളൂ, ചോദിച്ചിട്ട് പറയാം. അതായത് ഒരു ജനങ്ങളുടെ വിശ്വാസം, അല്ലെങ്കിൽ മുഴുവൻ ജനങ്ങളുടെ വിശ്വാസം മോദിയിൽ അർപ്പിക്കുന്നു. പ്രതിപക്ഷത്തിന് 39% സീറ്റുണ്ട്, അവർക്ക് അതെ സീറ്റല്ല വോട്ടുണ്ട്. അപ്പം വോട്ട് ഷെയർ ഉണ്ട്. അപ്പം 185 സീറ്റ് വരെ അവരുടെ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു മോശം ഫിഗർ അല്ല. അവർ പരാജയപ്പെട്ടാലും ഒരു മോശം ഫിഗർ അല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ പ്രതിപക്ഷത്ത് മറ്റൊരു ആൾട്ടർനേറ്റീവായ വ്യക്തിത്വം വരാൻ സാധ്യതയില്ല. അപ്പോഴും രാഹുൽ ഗാന്ധി തന്നെയാകും എന്നതല്ലേ? അല്ല, അങ്ങനെയല്ല. നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്, താങ്കൾ പറഞ്ഞ ആദ്യത്തെ കാര്യം, ഈ ജെൻസിക്ക് ഒരു സ്വാധീനം ഉണ്ടാക്കാൻ പറ്റിയില്ലെന്നല്ല, ഇപ്പോഴും അതിനെ ജനം തള്ളിക്കളഞ്ഞിരിക്കുന്നു. അങ്ങനെ നമുക്ക് കരുതാൻ പറ്റില്ല. അതിൻ്റെ കാരണം ഞാൻ പറയാം. ഈ പ്രക്ഷോഭത്തിൽ ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ചോദ്യം അങ്ങനെയല്ല. അതായത് ജെൻസി പ്രക്ഷോഭം കഴിയുമ്പോൾ, അതായത് ഈ പ്രക്ഷോഭത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയൊരു പ്രതിപക്ഷം, അതായത് ആശയധാരയിൽ പുതിയൊരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ മറ്റൊരാൾ ഉയർന്നു വരും. അതായത് രാഹുൽ ഗാന്ധി അല്ലാതെ മറ്റൊരാൾ. ഇപ്പോൾ ആ കാര്യം അടഞ്ഞിരിക്കുന്നു. രാഹുൽ ഗാന്ധി തന്നെ ആയിരിക്കും അവരുടെ പ്രതിപക്ഷം. ഏതാണ്ട് അങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് ഞാൻ വരാം. നമ്മൾ 2012, 11, 12, 13 കാലഘട്ടങ്ങളിൽ അണ്ണാ ഹസാരയുടെ സമരമൊക്കെ നമ്മൾ കണ്ടതാണ്. അന്നത്തെ കോൺഗ്രസ് ലീഡ് കൊടുത്ത UPA സർക്കാരിൻ്റെ അഴിമതിക്കെതിരെ താങ്കൾ പറഞ്ഞതുപോലെ ആ സമരം കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യയിലൊരു മാറ്റമല്ല, ഒരു പുതിയ നേതാവ് ദേശീയ തലത്തിലേക്ക് വരുന്നത്, നരേന്ദ്രമോദി. അതുവരെ അദ്ദേഹം ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. പക്ഷെ അതിലൊരുപാട് പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. കാരണം ആ ടേം എന്ന് പറയുന്നത് നമ്മളുടെ കോടാനുകോടി, നമുക്ക് കണക്കൂട്ടാൻ പറ്റാത്തത്രയും അഴിമതി നടന്നു. കൽക്കരി കുംഭകോണം, കോമൺവെൽത്ത്, 2G, ഇങ്ങനെ നമുക്ക് എണ്ണി കണക്ക് കൂട്ടാൻ പറ്റാത്തത്രയും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ അന്ന് ആ സമരത്തിന് ശേഷം ഒരു ലീഡർ എമർജ് ചെയ്യാണ് ഡൽഹിയിലേക്ക്. അഹമ്മദാബാദിൽ നിന്ന് ഡൽഹിയിലേക്ക് പലർക്കും സാധ്യതകളുണ്ടായിരുന്നു. ശിവരാജ് സിംഗ് ചൗഹാൻ, പലർക്കും സാധ്യതകളുണ്ടായിരുന്നു. ഞാൻ പറയുന്ന BJPയിൽ അങ്ങനെ ഒരുപിടി നേതാക്കളുണ്ടായിരുന്നു. ആ ഒരുപിടി നേതാക്കളിൽ ഈവൻ RSSന്റെ പോലും ചോയ്സ് ആദ്യം മോദി ആയിരുന്നില്ല. അത് പിന്നീടാണ് മോദിയിലേക്ക് വരുന്നത്. RSSന്റെ ചോയ്സ് പോലും മറ്റു പലരിലുമായിരുന്നു. പക്ഷെ മോദി വളരെ പെട്ടെന്ന് അവിടേക്ക് ആ ഗുജറാത്ത് മോഡലുമായിട്ട് ഇടിച്ചു കയറുകയായിരുന്നു.
അതിന് അദ്ദേഹത്തെ സഹായിച്ചത് സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയയിൽ വലിയൊരു തരംഗം സൃഷ്ടിക്കാൻ നരേന്ദ്രമോദി എന്ന ഗുജറാത്ത് ചീഫ് മിനിസ്റ്ററിന് കഴിഞ്ഞു. തൻ്റെ ഗുജറാത്ത് മോഡൽ വികസനവുമായിട്ട് അദ്ദേഹം രംഗത്ത്, അത് വെറുതെ പറയുകയല്ല, അതൊക്കെ സത്യമായിരുന്നു എന്ന് നമുക്ക് പിന്നീട് മറ്റു പലരെയും ഡൽഹിയിലൊക്കെ ജോലി ചെയ്ത മലയാളികളായ IAS ഉദ്യോഗസ്ഥർ തന്നെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പിന്നീട് പുറത്തുവിട്ടിട്ടുണ്ട്, ചർച്ചകളിൽ അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് നരേന്ദ്രമോദിയുടെ അപ്രോച്ച് എങ്ങനെയായിരുന്നു. ഈ നരേന്ദ്രമോദി എന്ന ചീഫ് മിനിസ്റ്റർ ഡൽഹിയിൽ വന്നു കഴിഞ്ഞാൽ പാർലമെൻറ്റ് മുഴുവനും ഓടടാ ഓട്ടമായിരിക്കും. കാരണം ഈ മനുഷ്യൻ വിവിധ ആവശ്യങ്ങളുമായിട്ടാണ് ഈ ചീഫ് മിനിസ്റ്റർ വരുന്നത്. ആ ആവശ്യങ്ങളെല്ലാം സാധിച്ചുകൊണ്ടേ അദ്ദേഹം തിരിച്ചു പോവുള്ളൂ. അങ്ങനത്തെ ഒരു വല്ലാത്ത കടുംപിടുത്തമുള്ള മനുഷ്യനായിരുന്നു. പലരും വിവാദത്തിലായിരുന്നു, അല്ല അതൊക്കെ മറ്റൊരു വിഷയം, അത് രാഷ്ട്രീയമുണ്ട് അതിനകത്ത്. ഞാൻ പറയുന്നത് അതല്ല, ഒരു നേതാവായിട്ട് മോദി എമർജ് ചെയ്ത് വരികയാണ്, ഒരു ദേശീയ നേതാവായിട്ട്. അതുവരെ അദ്ദേഹം ഒരു സംസ്ഥാന നേതാവായിട്ട്, ഒരു ചീഫ് മിനിസ്റ്ററായിട്ട് നിൽക്കുകയായിരുന്നു. ആ ചീഫ് മിനിസ്റ്ററായിട്ട് നിൽക്കുമ്പോൾ തന്നെ പതുക്കെ അദ്ദേഹം, അതായത് ഈ 2014 തെരഞ്ഞെടുപ്പിനും ഒരു 5 വർഷം മുമ്പ് തന്നെ, ഞാനിപ്പോഴും ഓർക്കുന്നു, 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് നമ്മുടെ റിലയൻസിൻ്റെ മുകേഷ് അംബാനി ഒരു അഭിമുഖം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ടൈംസ് നൗവിനോ മറ്റോ ആണ് അദ്ദേഹം അഭിമുഖം കൊടുത്തത്. അദ്ദേഹം മാധ്യമങ്ങളോടെല്ലാം പറഞ്ഞത്, അന്ന് BJP നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തി കാണിക്കണം. എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ട് നരേന്ദ്രമോദിയുടെ പേര് പറയുന്ന ആൾ അദ്ദേഹമാണ്. അതിനുശേഷമാണ് അശോക് സിംഗാളിനെ പോലെയുള്ള പ്രമുഖ സംഘപരിവാർ നേതാക്കൾ അദ്ദേഹത്തിൻ്റെ പേര് മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ 2009 തെരഞ്ഞെടുപ്പിൽ തന്നെ LK അദ്വാനി അല്ല BJPയെ നയിക്കേണ്ടത്, നരേന്ദ്രമോദിയാണ് എന്ന് വിളിച്ചു പറഞ്ഞ ഒരാൾ മുകേഷ് അംബാനിയാണ്. അത് അതിന് പല കാരണങ്ങളുണ്ടാവാം, ഇരിക്കട്ടെ. എന്തായാലും അന്ന് മുകേഷ് അംബാനി കോൺഗ്രസിൻ്റെ MP കൂടിയാണ് കേട്ടോ, അത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമ്മൾ ആ 2014 കഴിഞ്ഞ് 2026 ഇപ്പോൾ എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അങ്ങനെ കേന്ദ്രത്തിൽ നരേന്ദ്രമോദിക്ക് ബദലായിട്ട് പകരം വയ്ക്കാൻ, ആ വാക്കാണ് കുറച്ചുകൂടെ ശരി, പകരം വയ്ക്കാൻ മറ്റൊരു നേതാവില്ല, പ്രതിപക്ഷത്തുമില്ല ഭരണപക്ഷത്തുമില്ല. ഇനി പ്രതിപക്ഷത്ത് മറ്റൊരു അപകടം കൂടിയുണ്ട്. എന്താണെന്ന് അറിയാമോ? നിലവിൽ പ്രതിപക്ഷത്തിന് എത്ര സീറ്റുണ്ട്? നിലവിൽ ആൾമോസ്റ്റ് 99 കോൺഗ്രസ്. ഞാൻ പറഞ്ഞ ഇന്ത്യ സഖ്യത്തിന് 200-ലധികം സീറ്റുണ്ട് അല്ലേ? 234 അത്രയും സീറ്റുണ്ട്. അതായത് BJP ആയിട്ട് 6 സീറ്റിന്റെ വ്യത്യാസമേ ഉള്ളൂ എന്നാണ്. BJP ആയിട്ട് ഇന്ത്യ സഖ്യവും BJPയും തമ്മിൽ. അപ്പോൾ അങ്ങനെയുള്ള, അതിപ്പോൾ വീണ്ടും കുറഞ്ഞല്ലോ, തൃണമൂലൊക്കെ പോയത്, അതെല്ലാം കുറഞ്ഞു. ഏതാണ്ട് ഒരു 234 എന്നിടത്തുനിന്ന് അവർ താഴോട്ട് ഇപ്പോൾ നിലവിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഒരു ഇലക്ഷൻ നടക്കുകയാണ്, അത് 185 കുറയുകയാണ്. അതായത് കോൺഗ്രസ്സിനൊരു വളർച്ചയുണ്ടെങ്കിലും ഇന്ത്യ സഖ്യത്തിനൊരു തകർച്ചയാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ DMK ഒക്കെ മാറ്റി നിർത്തുകയാണല്ലോ. DMK ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലില്ല. അതുകൊണ്ട് തന്നെ ഈ 185 എന്ന് പറയുന്ന സീറ്റ് വാസ്തവത്തിൽ ശരിയാണ്, കണക്ക് ശരിയാണ്. ഇപ്പോഴൊരു ഇലക്ഷൻ നടക്കുകയാണെങ്കിലാണ് സത്യത്തിൽ ഇത് പറഞ്ഞത്. അല്ല, അതിൽ ഞാനൊരു കാര്യം കൂടി പറഞ്ഞു പൂർത്തിയായിക്കോട്ടെ. അവിടെ 185 സീറ്റ് എന്ന് പറഞ്ഞ് താഴോട്ട്, അവരുടെ ഗ്രാഫ് താഴോട്ട് വരുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഒരു ക്രിയാത്മക പ്രതിപക്ഷമല്ല എന്നാണ്. ആ ക്രിയാത്മക പ്രതിപക്ഷത്തേക്ക് ഒരു ക്രിയാത്മക പ്രതിപക്ഷ നേതാവിനെ ഉയർത്തി കാണിക്കാൻ അവിടെയും ഒരു പ്രശ്നമുണ്ട്. രാഹുൽ ഗാന്ധി അല്ലാതെ വേറൊരാളില്ല. പലപ്പോഴും പാർലമെൻറ്റിൽ ചർച്ച നടക്കുമ്പോൾ കിരൺ റിജിജുവിനെ പോലെയുള്ള BJPയുടെ പരിണിതപ്രജ്ഞരായ നേതാക്കൾ, പാർലമെൻ്ററി പൊളിറ്റിക്സ് നന്നായിട്ട് അറിയുന്ന, പാർലമെൻറ്റിനകത്ത് നന്നായി ശോഭിക്കുന്ന ആൾക്കാർ, അവർ വളരെ കൃത്യമായിട്ട് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന രാഹുലിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവിനാണ്. കാരണം അഖിലേഷ് യാദവ് കുറച്ചുകൂടെ ഭംഗിയായിട്ട് അച്ചടക്കത്തോടെയാണ് സഭാ നടപടികളിൽ ഇടപെടുന്നത്. പ്രസംഗിക്കുന്നതാകട്ടെ, പിന്നെ ഇത് കൊണ്ടുവരുന്ന ചോദ്യങ്ങൾ കൊണ്ടുവരുന്നതാകട്ടെ, ഈ അഖിലേഷ് യാദവ് കാണിക്കുന്നൊരു മെയ്വടക്കം, ഒരു കൈയടക്കം, അത് രാഹുൽ ഗാന്ധിക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. പക്ഷേ എന്തുകൊണ്ടോ രാഹുലല്ലാതെ മറ്റൊരു ചോയ്സ് ഇല്ല. കാരണം കോൺഗ്രസ് ആണ് ഇതിനെ ലീഡ് ചെയ്യുന്നത്. കോൺഗ്രസ്സിന് രാഹുലിനെ മതി, മറ്റൊരാളിനെ വേണ്ട എന്നുള്ളതാണ്. അങ്ങനെ ഒരു കാര്യം കൂടി ഇതിനകത്തുണ്ട്. മോദിക്ക് മാത്രമല്ല ബദലില്ലാത്തത്, രാഹുലിനും ഒരു ബദൽ ഇല്ല എന്ന് നമ്മൾ പറയണം. ഇനി ചോദിക്കും. അതെ, ഇപ്പോൾ നമ്മൾ
അപ്പോൾ നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യുന്നത് 185 സീറ്റാണ് പ്രതിപക്ഷത്തിന് കിട്ടും. ഇന്ത്യ സഖ്യത്തിന്. അപ്പോൾ പ്രതിപക്ഷത്തിന് കിട്ടുന്ന സീറ്റ് 224 കുറയുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഒരുപാട് പേര് ഒലിച്ചു പോയിട്ടുണ്ട്. അപ്പം ആ കുറവ് തന്നെയാണ്. അതല്ലാതെ അവരുടെ പ്രവർത്തനത്തിൽ നേരത്തെ ഗ്രാഫിൽ നിന്ന് താഴോട്ട് പോയിട്ടില്ല. താഴോട്ട് പോയിട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസിന് 99 നിന്ന് 106 എന്ന് പറയുന്ന ഒരു ചെറിയ ഉയർച്ചയും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിന് ഒരു ബൂം ഉണ്ടാക്കും. പക്ഷെ അപ്പുറത്ത് BJP സംബന്ധിച്ചിടത്തോളം 300-ന് താഴെ നിന്ന NDA സഖ്യം 326-ലേക്ക് ഉയരുകയാണ്. അപ്പോൾ ഇപ്പോൾ 326 എന്ന് പറയുന്ന സംഖ്യ അവർക്കുണ്ട്. ഏതാണ്ട് 324 മറ്റോ ഉണ്ട്. കാരണം ഈ തൃണമൂലിൻ്റെ ആൾക്കാർ ഇങ്ങോട്ട് വരികയും NCP ഇങ്ങോട്ട് വരാൻ നിൽക്കുകയും ഒക്കെ ചെയ്യുന്നു. അതുകൊണ്ട് NDAക്ക് തീർച്ചയായിട്ടും ഈ നിലവിൽ ഇപ്പോൾ ഈ പറഞ്ഞ സർവേയിൽ കിട്ടിയിരിക്കുന്ന സംഖ്യ നിലവിൽ BJPക്ക് അല്ലെങ്കിൽ NDAക്ക് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇനി മറ്റൊന്നുകൂടി, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിലാണ് ഈ പറയുന്നത് 261. അത് 2029, അതായത് ഇപ്പോൾ ഒരു ക്രൈസിസിന്റെ പീരീഡാണ് യഥാർത്ഥത്തിൽ ഭരണപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം. ക്രൈസിസ് ജസ്റ്റ് മാനേജ് ചെയ്തു വന്നു, അവരുടെ ഒരു കഴിവ് തന്നെയാണ്. ആ ക്രൈസിസ് മാനേജ് ചെയ്ത് അവർ കുറച്ചും കൂടെ പെർഫോം ചെയ്താൽ 300-ന് മുകളിൽ ഇന്ത്യക്ക് കിട്ടാൻ. ഞാൻ പറഞ്ഞല്ലോ, ഇത് 2029 എത്തുമ്പോഴേക്കും വേറെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഈ പറയുന്നത് പോലെ വൺ നേഷൻ വൺ ഇലക്ഷൻ അവിടെ നിൽക്കട്ടെ, പക്ഷേ വനിതാ സംവരണം, ഈ വനിതാ സംവരണം ഒരു വലിയ മാറ്റമായിരിക്കും കൊണ്ടുവരാൻ പോകുന്നത്. സ്ത്രീകളുടെ വോട്ട് വലിയ രീതിയിൽ NDA സഖ്യത്തിന് BJPയിലേക്ക് ഒഴുകി വരാനുള്ളൊരു സാധ്യത. നമ്മുടെ ഈ ട്രിപ്പിൾ തലാഖ് ക്രിമിനലൈസ് അല്ല, അത് തന്നെയാണ് 2019 BJPക്ക് മുതൽക്കൂട്ടായത്. അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ശൗചാലയ നിർമ്മാണം, അങ്ങനെയൊക്കെയുള്ള ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ BJP കാണിച്ചു. അതുപോലെ ജൻധൻ അക്കൗണ്ട്, ഇപ്പം നമ്മൾ ഏതാണ്ട് 60 കോടി മനുഷ്യർക്ക് അക്കൗണ്ട് ആയിക്കഴിഞ്ഞു. മാത്രമല്ല അന്ന് എല്ലാവരും കളിയാക്കി ഈ പിന്നെ മറ്റേ പച്ചക്കറി വിൽക്കാനിരിക്കുന്നവർക്കൊക്കെ ഈ അക്കൗണ്ട് തുടങ്ങിയിട്ട് എന്താണ് ലാഭം എന്ന് അന്നങ്ങനെ കളിയാക്കിയിരുന്നു. പക്ഷേ തൊട്ടു പുറകെ പല കാര്യങ്ങളും പല പുരോഗമനപരമായ ചുവടുവയ്പ്പുകളും നടത്തി. ഇന്നിപ്പോൾ ഗൂഗിൾ പേ എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ ഈ UPI ട്രാൻസാക്ഷനിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. അവിടെ അതൊരു വലിയ നേട്ടം തന്നെയാണ് BJPയെ സംബന്ധിച്ച്. അതൊക്കെയാണ് BJPയുടെ ഗ്രാഫ് ഉയർത്തുന്നത്. ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഈ വനിതാ സംവരണ ബില്ല് കൊണ്ടുണ്ടാകാൻ പോകുന്ന നേട്ടം അതാണ്. BJPക്ക് അത് ഫലപ്രദമായിട്ട് ചെയ്ത് പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ സ്ത്രീകളുടെ വോട്ട് വലിയ രീതിയിൽ BJPക്ക് കിട്ടും. അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ പ്രതിപക്ഷത്തിന് BJPക്കെതിരെ ഉന്നയിക്കാൻ ഈ പറഞ്ഞ ഒരു നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയല്ലാതെ വേറെ എന്ത് കാര്യമായ ഒരു വിഷയമുണ്ട്? ഒരു അജണ്ട മുന്നിൽ വെക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. അതാണ് അവരുടെ പരാജയം. ഒരു അജണ്ട കണ്ടെത്തി വളരെ കൃത്യമായിട്ട് ഒരു ജനകീയ പ്രശ്നത്തെ ഉയർത്തിക്കൊണ്ടുവന്ന്, ജനകീയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ഇല്ലെന്നല്ല, മോദി സർക്കാരിനെ മുൾമുനയിൽ നിർത്താനും അവരെ പ്രതിരോധത്തിലാക്കാനും ഇന്ത്യ സഖ്യത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഒരു സെറ്റ് ബാക്കിൻ്റെ കാരണം. എന്തായാലും നമുക്ക് ഈ സർവേയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒന്നും ഈ പറഞ്ഞതുപോലെ 100% പ്രവചനം സാധ്യമല്ല. താങ്കൾ പറഞ്ഞതുപോലെ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പല മാറ്റങ്ങളും വരാൻ സാധിക്കും. ചിലപ്പോൾ BJPയുടെ ഗ്രാഫ് വീണ്ടും താഴോട്ട് പോയെന്നിരിക്കും. അതൊക്കെ ഇനി വരാൻ പോകുന്ന ഈ 2 വർഷങ്ങളുണ്ട്. ഈ 2 വർഷത്തെ പ്രവൃത്തികൾ, സർക്കാരിൻ്റെ ചെയ്തികൾ, അതൊക്കെ വലിയൊരു ഘടകമാണ്. അല്ലാതെ നമുക്ക് ഇന്ന് ഇത്രയുണ്ട് അതുകൊണ്ട് 2029 തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും ഇങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. തീർച്ചയായും വലിയ മാറ്റങ്ങൾ 2029 ഉണ്ടാകുമെന്ന് പ്രെഡിക്റ്റ് ചെയ്ത ഒരു സമയമാണിത്. എന്നാൽ 2029 കടക്കുമ്പോൾ, ഇപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പോലും, അതായത് ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പോലും 261 സീറ്റ് എന്ന മാജിക് നമ്പർ BJPക്ക് കിട്ടുന്നു, 300-ലേറെ NDAക്ക് കിട്ടുന്നു എന്ന തരത്തിലാണ് സീ വോട്ടർ സർവേകൾ പുറത്തു വന്നിരിക്കുന്നത്. തീർച്ചയായും ജൻസികൾ നടത്തുന്ന പ്രക്ഷോഭത്തിന് ജനം 0 മാർക്കാണോ അതോ നെഗറ്റീവ് മാർക്കാണോ, അല്ല എന്തെങ്കിലും മാറ്റം നടക്കാനുണ്ടോ, സാധ്യതയുണ്ടോ എന്നൊക്കെ വിലയിരുത്തുകയാണ്. അതിൽ വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല. എന്തായാലും കണ്ടു തന്നെ അറിയാം 2029.